എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇപ്പോഴും അയാളെ സംബന്ധിച്ചുള്ള നിഗൂഢതകൾ, അയാളെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ, ഇതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അയാളെ നേരിട്ട് പോയി കണ്ട് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചാണ്. പക്ഷേ അത്രയും ഉയരത്തിൽ നിന്ന് ഒരാൾ എങ്ങനെ ചാടി, അയാൾക്ക് എങ്ങനെയാണ് എക്സിറ്റ് വാതിൽ പൊളിക്കാൻ കഴിഞ്ഞത്, വലിയ സംശയങ്ങൾ ഉയർത്തുന്നത്. ശരിക്കും ഇയാൾ NIA നിരീക്ഷണത്തിൽ പോലും വരണമെങ്കിൽ ഇയാൾ കുറ്റക്കാരനായിരിക്കുമോ? നമ്മള് കണ്ട, അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് അഹമ്മദാബാദിൽ നടന്നത്. 274 പേരാണ് അതിൽ മരിച്ചത്. ഒരാളാണ് രക്ഷപ്പെട്ടത്. ഈ ഒരാൾ എങ്ങനെ രക്ഷപ്പെട്ടു? അത് ഇപ്പോഴും നമുക്കത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്നില്ലേ? വിദഗ്ധർ, അതായത് വ്യോമയാന വിദഗ്ധർ പറയുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൽ നിന്ന് ഒരിക്കലും എമർജൻസി വാതിൽ തുറക്കാൻ കഴിയില്ല. അങ്ങനെ തുറക്കണമെങ്കിൽ അത് കൃത്യമായി പരിശീലനം നേടിയ ക്യാബിൻ ക്രൂ അവർക്ക് മാത്രമേ അത് കഴിയൂ. പിന്നെ എങ്ങനെ ഒരു പോറൽ, അതായത് ചെറിയ ചെറിയ വലിയ ഗുരുതര പരിക്കുകളല്ല, ഇത്രയും വലിയ വിമാന അപകടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ട പരിക്കുകളല്ല വിശ്വാസ് കുമാറിന് ഉണ്ടായിട്ടുള്ളത്. കണ്ണിനും നെഞ്ചിന്റെ അവിടെയും കാലിനും ഒക്കെ ചെറിയ പരിക്കുകൾ. പക്ഷേ ഈ ചിത്രങ്ങളിൽ, പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ഇയാൾ നടന്ന് കൂളായി ഇടത് കൈയിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് ഈ ബാക്കിൽ വലിയ തീഗോളങ്ങൾ ചിന്നിച്ചിതറി, പിന്നെ ആളുകളുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നു, കൈകൾ, കാലുകൾ, തലകളൊക്കെ ഓരോ ഭാഗത്ത് കിടക്കുന്നു, വലിയ രീതിയിലുള്ള ആളുകൾ, ജനക്കൂട്ടം ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ കൂളായി നടന്നു വരുന്നിട്ട് ഒരാൾ പറയുകയാണ്, ഞാൻ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ രക്ഷപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ. ഇപ്പൊ കുറെ ആളുകൾ പറയുന്നു അയാൾക്ക് ആയുസിന്റെ ബലമുണ്ട്, അയാൾക്ക് അവിശ്വസനീയമാണ് അയാളുടെ രക്ഷപ്പെടൽ, അയാൾക്ക് മാത്രമായിരിക്കാം. ചിലർ കമന്റ് ഇടുന്ന എങ്ങനെയായിരിക്കാം, ആ ഫ്ലൈറ്റിൽ കാലന് വേണ്ടാത്ത ഒരാൾ ഇയാൾ മാത്രമായിരിക്കാം, അതുകൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നൊക്കെയുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയരുകയാണ്. വിശ്വാസ് കുമാർ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തി എന്നുള്ളതാണ്. രണ്ടുപേരും എത്തി, ഇയാളോട് സംസാരിച്ചു കാര്യങ്ങൾ. അതിനുശേഷം ഇയാൾ ഒരു ഹോട്ടലിലേക്ക് മാറ്റിയതിനു ശേഷം ഇയാൾ ആരെയൊക്കെ വിളിക്കുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ഇയാളെ ആരൊക്കെ കാണാൻ വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ NIA കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തിനാണ് NIA ഇത്തരത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ നിരീക്ഷിക്കുന്നത്? എന്തിനാണ്? അപ്പോ മാത്രമല്ല, ഈ ഗ്രൗണ്ട് സ്റ്റാഫ്, ഈ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് സ്റ്റാഫുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു, അവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുന്നു, അവർ ആരെയൊക്കെ വിളിച്ചു, ആരെയൊക്കെ അന്നത്തെ ദിവസം കണ്ടു തുടങ്ങിയ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്ലാക്ക് ബോക്സുകൾ കിട്ടി. ഇതിൽ ഒരു ബ്ലാക്ക് ബോക്സ് തകരാറിലായി എന്നാണ് പറയുന്നത്. വലിയ, ഇത് 600 അടി മുകളിൽ നിന്ന് 30 സെക്കൻഡിനിടയിലാണ് ഈ വിമാനം തകർന്നത്. അതിനു മുകളിൽ പറക്കുന്ന വിമാനങ്ങൾ പോലും കടലിനടിയിൽ പതിക്കുമ്പോൾ ബ്ലാക്ക് ബോക്സിന് ഒരു കംപ്ലൈന്റും ഇല്ലാതെ കിട്ടുന്ന ബ്ലാക്ക് ബോക്സ് ഇവിടെ എങ്ങനെയാണ്, ഈ ചെറിയ ദൂരത്തിൽ നിന്ന് അപകടം പറ്റിയപ്പോൾ എങ്ങനെയാണ് ഇതിന് തകരാറുണ്ടായത് എന്നുള്ളൊരു വലിയ സംശയം. മാത്രമല്ല, ഇവിടെ 9 കോടി ചിലവാക്കി നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ബ്ലാക്ക് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ലാബ് തുടങ്ങിയിട്ടുണ്ട്. ആ ലാബിൽ പരിശോധിക്കാതെ ഇത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നത് എന്തിനാണ്? അപ്പോ ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നമ്മുടെ സർക്കാരുകൾ സ്ഥിരീകരിക്കാത്ത, വ്യോമയാന മന്ത്രാലയവും ഇത് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് നമുക്കതിൽ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. മറ്റൊന്ന്, നമ്മൾ എന്ത് അപകടം നടന്നാലും അതിലൊരു പ്രാഥമിക വിലയിരുത്തലുണ്ട്, അല്ലെ? ഒരു കൊലപാതകം നടന്നാലും, ഒരു അപകടം നടന്നാലും, എന്തിനേറെ ഒരു പീഡന കേസ് നടന്നാൽ പോലും ഒരു പ്രാഥമിക വിലയിരുത്തൽ പോലീസിന്റെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വരും. ഇത് 12-13 ദിവസമായി ഈ അപകടം നടന്നിട്ട്, എന്നിട്ട് പോലും ഒരു പ്രാഥമിക നിഗമനം ഇതുവരെ ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വിമാനം അപകടം സംഭവിച്ചത്? ഈ കോ പൈലറ്റുമാർ പൈലറ്റുമാരുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഹ്യൂമൻ എറർ ആണോ, ഇനി മറ്റേതെങ്കിലും സാങ്കേതിക തകരാറാണോ? 2 എഞ്ചിനുകൾ ഒരേ സമയം എങ്ങനെയാണ് കംപ്ലൈന്റ് ആയത്? ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒരു തരത്തിലുമുള്ള വിലയിരുത്തലുകളോ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പൊതുജനത്തിനോടോ, അല്ലെങ്കിൽ പോട്ടെ, അന്വേഷണ ഏജൻസികൾ പോലും ഇക്കാര്യങ്ങളൊന്നും പുറത്തുവിടാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, രഞ്ജിത നായർ എന്ന് പറയുന്ന ഒരു പത്തനംതിട്ടക്കാരിയായ ഒരു പെൺകുട്ടി, കുടുംബം നോക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. DNA സാമ്പിളുകൾ ഇനി 9 എണ്ണത്തിന്റെ പരിശോധനകൾ, 9 ബോഡികൾ മാത്രമേ കിട്ടാനുള്ളൂ. അതിൽ രഞ്ജിത നായർ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതുവരെ അവരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ നടക്കും.
നടക്കുന്നുണ്ട്, അട്ടിമറി സാധ്യതയുണ്ട് എന്നൊക്കെ പരിശോധിക്കുമ്പോഴാണ് ചിലർ പറയുന്നത് വിശ്വാസ് കുമാർ അത്ര വിശ്വസിക്കാൻ കൊള്ളാവുന്നവനല്ല, ഭീകരവാദ ബന്ധമുണ്ട് വിശ്വാസ് കുമാറിന്, അത്തരത്തിൽ ഇയാളാണ് ഈ വിമാനം അപകടത്തിൽ പെടുത്തിയത്, ഇയാൾ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇയാൾക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. ഒരുപക്ഷെ അയാൾ നിരപരാധിയായിരിക്കാം, രക്ഷപ്പെട്ടത് ഇപ്പോൾ ഒരു തലവേദനയായി മാറിയ ഒരു മനുഷ്യനുമായിരിക്കാം. അയാൾ ചിലപ്പോൾ ഈ ട്രോളൊക്കെ കാണുമ്പോൾ ഒരു സെക്കൻഡെങ്കിലും അയാൾ വിചാരിക്കുന്നതായിരിക്കാം ഞാനും അതിലൂടെ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം ഇയാൾക്കെതിരെ അത്രമാത്രം ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത്. ഇയാൾ ഭീകരവാദവുമായി ബന്ധമുണ്ട്, ഇയാളാണ് അത് തകർക്കാൻ ശ്രമിച്ചത്, ഇയാൾ എമർജൻസി വാതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്നതുകൊണ്ടാണ് ഇയാൾ ഈ വലിയ അപകടം ഉണ്ടായത് എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇത് എഞ്ചിനുകൾ, ഒരു എഞ്ചിൻ വിമാനത്തിന് തകർന്നാൽ അടുത്ത എഞ്ചിൻ പ്രവർത്തിക്കാനുള്ള സംവിധാനം വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ രണ്ട് എഞ്ചിനും സമാന്തരമായി കേടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണെന്നാണ് വ്യോമയാന വിദഗ്ധർ വരെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ എഞ്ചിനുകൾ കേടായത്? എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയിട്ടായിരിക്കും ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ഒരു വിമാനം പറക്കാനുള്ള അനുമതി ഏവിയേഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പറക്കുന്നതിന് മുൻപ് ഈ വിമാനത്തിന് കേടുപാടുകൾ ഇല്ലായിരുന്നെങ്കിൽ പറന്ന് പൊങ്ങി 30 സെക്കൻഡ് ആവുന്നതിന് മുമ്പേ എങ്ങനെയാണ് വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടായത്? വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാനായത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ഉത്തരം കിട്ടാതെ ഇപ്പോഴും കുറെ പേരുടെ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഇതിൽ നിഗൂഢത സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അങ്ങനെ സംശയിക്കുന്ന തെറ്റില്ല. കാരണം എയർ ട്രാഫിക് കൺട്രോളിന് കിട്ടിയ വിവരം അനുസരിച്ച് അവിടെ നിന്ന് ഒരു അപായ സന്ദേശം കിട്ടുന്നു. ഈ അപായ സന്ദേശം കിട്ടുമ്പോൾ വിമാനം 500 മുതൽ 800 വരെ അടി ഉയരത്തിലാണ്. ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് എമർജൻസി എക്സിറ്റ് തുറക്കപ്പെടുന്നു. എന്തോ ഒരു കറുത്ത വസ്തു വായുവിലൂടെ പറന്നുപോയി എന്നത് സംബന്ധിച്ചുള്ള വാർത്തയുണ്ട്. അതൊരു പക്ഷേ എമർജൻസി എക്സിറ്റ് ആയിരിക്കാം. ഒരു വിമാനത്തെ സംബന്ധിച്ച് ഒന്നിലധികം എമർജൻസി എക്സിറ്റുകളുണ്ട്. സ്വാഭാവികമായും ഒരു എമർജൻസി എക്സിറ്റ് എന്ന് പറയുമ്പോൾ അത് ഘടിപ്പിക്കുന്ന രീതി പുറത്തു നിന്നുള്ള അന്തരീക്ഷമർദ്ദം ശക്തമായിട്ട് ഉള്ളിലേക്ക് അടിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും അത് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ക്യാബിൻ ക്രൂവിന് മാത്രമേ അറിയൂ. അപ്പോൾ അതായത് പറന്നുയരുന്ന ഒരു വിമാനത്തിൻ്റെ എമർജൻസി എക്സിറ്റ് തുറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇനി ഭൂമിയിലുള്ളതുപോലെ അല്ല അന്തരീക്ഷത്തിലുള്ളത് സമാനമായ ഒരു മർദ്ദമല്ല വിമാനത്തിനുള്ളിലുണ്ടാകുക. അതിൻ്റെ മർദ്ദ ക്രമീകരണത്തിലും വ്യത്യാസമുണ്ട്. ഇതൊക്കെ അറിയാവുന്ന ഒരാളായിട്ട് ഈ പറയുന്ന രക്ഷപ്പെട്ടയാൾ മാറി എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. ഇതിന്റെ പ്രധാന കാരണം ഇയാൾ ഒരു ബ്രിട്ടീഷ് എന്താ പറയുന്നത് ഇന്ത്യൻ വംശജനായ ബ്രിട്ടനിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് അവിടെ പൗരത്വമുണ്ട്. അപ്പോൾ ബ്രിട്ടൻ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികളുടെ പിടിയിലാണെന്നും അതുകൊണ്ട് തന്നെ അവിടെയുള്ള പലരുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടും എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള സാങ്കേതികമായ പരിശോധന നടത്തേണ്ടത് നമ്മൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടവർ, വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ്. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിന് കിട്ടിയ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട ബ്ലാക്ക് ബോക്സിന്റെ പരിശോധനകൾ, കോക്പിറ്റിലെ വോയിസ് റെക്കോർഡർ, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങളില്ല എന്നും ഇത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നു. എന്തായാലും ഇപ്പം നമ്മൾ പറയുമ്പോൾ നാട്ടിലൊക്കെ റോഡിൽ കാർ ആക്സിഡന്റ് ഉണ്ടാകും, ചിലപ്പോൾ കാറ് വെള്ളത്തിൽ മുങ്ങി പോകുന്നു, അത്ഭുതകരമായിട്ട് ഡ്രൈവർ രക്ഷപ്പെടാം. അപ്പോൾ ഈ ഡ്രൈവർക്ക് ഭീകരവാദവും ബന്ധമുണ്ടെന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്നത് പോലെ ഇയാൾക്ക് വളരെ നിസ്സാരമായ പരിക്കേറ്റ് ഒരുപക്ഷെ ഇയാൾ രക്ഷപ്പെട്ടതായിരിക്കാം. ഇയാൾ നോക്കുമ്പോൾ എമർജൻസി എക്സിറ്റ് സ്വയം തുറന്നതാണെങ്കിൽ ഇയാൾ എടുത്ത് ചാടിയതാ, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇയാളെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ NIA ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ഇയാളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്, നേരിട്ടല്ലെങ്കിൽ കൂടി. അതുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ, ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റാഫിനെ മറ്റുള്ളവരെയൊക്കെ അന്വേഷിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം എയർ ഇന്ത്യയുടെ എത്രയോ വിമാനങ്ങളാണ് സർവീസ് റദ്ദ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇരട്ട എഞ്ചിനുകളുള്ള വിമാനത്തിൽ ഒരു എഞ്ചിൻ തകരാറിലായാൽ അത് പറന്ന് പൊങ്ങുമ്പോഴായിക്കോട്ടെ അന്തരീക്ഷത്തിൽ വെച്ചായിക്കോട്ടെ മറ്റേ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ട് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. 20 to 30 കിലോമീറ്റർ വരെ അങ്ങനെയൊക്കെ പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പറന്നുയർന്നത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെങ്കിൽ എങ്ങനെയാണ് വളരെ താഴേക്ക് വന്നൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങിലിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കോക്പിറ്റിൽ നിന്ന് കൃത്യമായി എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു സന്ദേശം ലഭിക്കുമ്പോൾ ഒരു പക്ഷേ പൈലറ്റ് പരിഭ്രാന്തനാകാം. പണ്ടത്തെ പോലെ വിമാനം ഹൈജാക്ക് ചെയ്യുന്നതൊന്നും ഇന്ന് ഫാഷനല്ല. അതുകൊണ്ട് തന്നെ വിമാനത്തിലുള്ള 100-ലധികം ആളുകളെ ഒറ്റയടിക്ക് കൊല്ലുക എന്നുള്ളതാണ് ഭീകരവാദികളുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ ഈ മനോജ് കുമാർ എന്ന് പറയുന്ന ഈ വിശ്വാസ് കുമാർ ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ രാജ്യം പറയും. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി നേരിട്ട് കണ്ടു, ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ സംസാരിച്ചു. അപ്പോഴൊന്നും സംശയമില്ല ഇയാൾക്ക് നിസ്സാര പരിക്കേറ്റത് കൊണ്ട് തന്നെ ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് ഒരു എന്താ പറയുക അതിശയകരമായ ചിന്തയെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. എന്തായാലും അന്വേഷണ സംഘമുണ്ട്, അന്വേഷണ ഏജൻസികളുണ്ട്. പക്ഷേ ഈ നിഗൂഢതകൾ പുറത്തു വരണം. കാരണം നിരപരാധികളായ 300-ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഇയാൾക്ക് പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉറപ്പായി ഇയാൾ ശിക്ഷിക്കപ്പെടണം. അതല്ല എങ്കിൽ ഒരു നിരപരാധിയാണ് നമ്മൾ ഇത്രയും കാലം ക്രൂശിക്കുന്നത്. ഇയാൾക്ക് സ്വന്തം
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആശുപത്രിയിൽ നിന്നോ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നോ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇയാളെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇയാൾക്കും ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒക്കെയുണ്ട്. അപ്പം അധികൃതർ, അന്വേഷണ സംഘങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാതിരിക്കും. തീർച്ചയായിട്ടും